നമസ്കാരം. ആസ്ട്രോവാസ്തുവിലേക്ക് സ്വാഗതം. അശ്വതി മുതൽ ചിത്തിര വരെയുള്ള നക്ഷത്രക്കാരുടെ ഒക്ടോബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം. ഗുരു ഇടവത്തിൽ. ഒക്ടോബർ 9 ഗുരു വക്രാവസ്ഥയിലേക്ക് പോകുന്നു. കുജൻ മിഥുനത്തിൽ. ഒക്ടോബർ 20 വരെ മിഥുനത്തിൽ സഞ്ചരിക്കും. ശേഷം കർക്കിടകത്തിലേക്ക് രാശി മാറും. രവി, ബുധൻ, കേതു എന്നീ ഗ്രഹങ്ങൾ കന്നി രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ബുധൻ ഒക്ടോബർ 9 തുലാമിലേക്ക് രാശി മാറും. രവി ഒക്ടോബർ 17 തുലാമിലേക്ക് തൻ്റെ നീചരാശിയിലേക്ക് രാശി മാറും. ശുക്രൻ തുലാമിൽ ഒക്ടോബർ 13 വൃശ്ചികൻ രാശിയിലേക്ക് സഞ്ചരിക്കും. ശനി കുംഭത്തിൽ, സർപ്പൻ മീനത്തിൽ. മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഞാൻ ഫലം പറയാൻ പോകുന്നത്. പൂർണ്ണമായ ഫലം അറിയണമെങ്കിൽ നിങ്ങളുടെ ജാതകം കൂടി പരിശോധിക്കണം. ആദ്യമായി മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി. ഒക്ടോബർ മാസത്തിൽ രവി മേടൻ രാശിയുടെ 6ഉം 7ഉം ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. രവി 6ൽ സഞ്ചരിക്കുന്ന സമയം ധനവർദ്ധനവ്, ശത്രുനാശം, രോഗശമനം, ലോക ബഹുമാനപ്രാപ്തി, കാര്യലാഭം, എല്ലാ കാര്യങ്ങളിലും വിജയം എന്നിവയാണ് ഫലം. ഒക്ടോബർ 16 ശേഷം രവി 7ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കും. അപ്പോൾ രവി നൽകുന്നത് പ്രതികൂല അനുഭവങ്ങളായിരിക്കും. ഭാര്യാപുത്രാദികൾക്ക് രോഗം, കാര്യവിഘ്നം, അനാവശ്യ യാത്രകൾ, മറ്റുള്ളവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവയായിരിക്കും 2ാം പകുതിയിൽ രവി നൽകുന്ന അനുഭവം. ഉദരരോഗം പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും കാണുന്നു. 10ാം ഭാവാധിപനായി ശനി 11ാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഉന്നത സ്ഥാനമാനങ്ങളും ധനവർദ്ധനവും സന്താന സൗഖ്യവുമാണ് ഫലം. കർമ്മരംഗത്ത് നിന്ന് നല്ല വരുമാനം ലഭിക്കും. പക്ഷേ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ശനി വക്രാവസ്ഥയിലാണ്. ഉത്തരവാദിത്തങ്ങൾ കൂടും. വരവിനനുസരിച്ച് ചെലവും കൂടും. സൂര്യന് നീചാവസ്ഥ വരുന്ന സമയമാണ്. ജോലിസ്ഥലത്തെ വളരെ സൂക്ഷ്മത വേണം. ഗുരുവിൻ്റെ 10ലേക്കുള്ള ദൃഷ്ടി എല്ലാ കാര്യങ്ങളും ശുഭകരമാക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ഹാർഡ് വർക്ക് ചെയ്താൽ നല്ല ജോബുകൾ ലഭിക്കും. 7ാം ഭാവാധിപനായി ശുക്രൻ 7ാം ഭാവത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഒക്ടോബർ 12 വരെ ഇവിടെ സ്ഥിതി ചെയ്യും. ഇത് ബിസിനസ്സുകാർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ശ്രദ്ധിക്കണം. ഒക്ടോബർ 9 ശേഷം ബുധൻ കന്നി രാശിയിൽ തന്നെ ആയിരിക്കും സ്ഥിതി. 6ലെ ബുധൻ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല സഹായം ചെയ്യും. എല്ലാ കാര്യങ്ങൾക്കും വിജയം ലഭിക്കും. വിദേശ പഠനത്തിന് പറ്റിയ സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്കും മെച്ചമായ സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അനുകൂല സമയമാണ്. ഒക്ടോബർ 12 ശേഷം ശുക്രൻ 8ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കും. ഇത് ദമ്പതികൾക്ക് അത്ര സുഖകരമായ ഒരന്തരീക്ഷമല്ല നൽകുന്നത്. പ്രണയിക്കുന്നവർക്ക് അനുകൂല സമയമല്ല. ഒക്ടോബർ 20 ശേഷം കുജൻ കർക്കിടകൻ രാശിയിലേക്ക് രാശി മാറും. അത് കുടുംബത്തിൽ അത്ര നല്ല അനുഭവങ്ങളല്ല നൽകുന്നത്. 4ലെ കുജൻ സാമ്പത്തിക ക്ലേശങ്ങളും ശത്രുവൃദ്ധിയും ബന്ധുവിരോധവും അസുഖങ്ങളും ഉണ്ടാക്കും. വാഹനം സൂക്ഷിച്ചോടിക്കണം. മാസത്തിൻ്റെ 2ാം പകുതിയിൽ ആരോഗ്യം വളരെ സൂക്ഷിക്കണം. പൊതുവെ സമ്മിശ്ര ഫലങ്ങളാണ് മേടക്കൂറുകാർക്ക് ഒക്ടോബർ മാസത്തിൽ അനുഭവപ്പെടുന്നത്. ദോഷശമനത്തിന് വേണ്ടി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനവും ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയും നടത്തുക. ഇനി അടുത്തതായി ഇടവൻ രാശി. കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി. ഇവർക്ക് രവി 5ഉം 6ഉം ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 5ലെ രവി പ്രതികൂല അനുഭവങ്ങളാണ് നൽകുന്നത്. മനഃചാഞ്ചല്യം, ധനഹാനി, പരിഭ്രമം, കലഹം എന്നിവയെ സൂചിപ്പിക്കുന്നു. ഒക്ടോബർ 16 ശേഷം രവി 6ാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 6ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന രവി രോഗശമനം, സന്തോഷം, കാര്യലാഭം, ധനലാഭം എന്നിവയാണ് നൽകുന്നത്. 10ാം ഭാവാധിപനായ ശനി 10ാം ഭാവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. കർമ്മരംഗത്ത് പുഷ്ടിയും കീർത്തിയും മറ്റുള്ളവരുടെ ആദരവും ലഭിക്കും. 6ാം ഭാവാധിപനായ ശുക്രൻ 6ൽ സ്ഥിതി ചെയ്യുന്നു. ഇതും കർമ്മഗുണം ഉണ്ടാക്കുന്നു. എന്നാലും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഉയർന്ന ഉദ്യോഗസ്ഥരോട് രമ്യതയിൽ പെരുമാറണം. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഉദ്യോഗാർത്ഥികൾക്ക് സമയം നല്ലതാണ്. വിദേശ ജോലി ചെയ്യുന്നവർക്കും മേന്മയാണ് കാണുന്നത്. ബിസിനസ്സുകാരും നല്ലവണ്ണം അധ്വാനിക്കണം. എങ്കിൽ കൂടുതൽ ലാഭം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് മെച്ചമായ സമയം തന്നെ. കൂടുതൽ ശ്രദ്ധയോടെ പോയാൽ
രണ്ടാം പകുതിയിൽ വിദ്യാർത്ഥികൾക്ക് നല്ല ഉയർച്ചയുണ്ടാകും. പക്ഷേ സൂര്യൻ നീചാവസ്ഥയിലേക്കാണ് പോകുന്നത്. സാമ്പത്തികം ഉണ്ടാകും, അതുപോലെ തന്നെ ചെലവും കൂടും. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ആരോഗ്യം കൂടുതൽ ശ്രദ്ധിക്കണം. വിവാഹാലോചനകൾ നടക്കും. ദമ്പതികൾക്ക് മധ്യമ ഫലമാണ്. പ്രണയിക്കുന്നവർക്ക് അത്ര നല്ല സമയമല്ല. തെറ്റിദ്ധാരണകൾ ഉണ്ടാകും. നാലാം ഭാവാധിപനായ രവിക്ക് അവസാന മാസങ്ങളിൽ നീചസ്ഥിതിയും ഗ്രഹണവും സംഭവിക്കുന്നു. അവസാന വാരം കുടുംബജീവിതം അത്ര സുഖകരമല്ല. ദോഷപരിഹാരങ്ങൾക്കായി ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയും ശാസ്താവിന് നീരാഞ്ജനവും നടത്തുക. അടുത്തതായി മിഥുനൻ രാശി. മകയിരമര, തിരുവാതിര, പുണർതം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശി. മിഥുനത്തിൻ്റെ 4ഉം 5ഉം ഭാവങ്ങളിലൂടെയാണ് രവി സഞ്ചരിക്കുന്നത്. 4ആം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രവി ശരീരപീഡ, മനോവിഷമം, യാത്രാക്ലേശം, ഗ്രഹകലഹം എന്നിവയെ സൂചിപ്പിക്കുന്നു. 5ൽ സഞ്ചരിക്കുന്ന രവി മനചാഞ്ചല്യം, ശത്രുഭയം, ആരോഗ്യഹാനി, ധനഹാനി എന്നിവയും കാണിക്കുന്നു. പൊതുവെ രവിയെ കൊണ്ട് ഒക്ടോബർ മാസത്തിൽ മിഥുനക്കൂറുകാർക്ക് പ്രതികൂല ഫലങ്ങളാണ് ലഭിക്കുക. 10ആം ഭാവാധിപനായ ഗുരു 12ആം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കർമ്മരംഗത്തെ അലച്ചിൽ, യാത്രാക്ലേശം എന്നിവയുണ്ടാകും. പണച്ചിലവ് കൂടും. മേലധികാരികളുമായി രമ്യതയിൽ പെരുമാറാൻ ശ്രമിക്കണം. കർമ്മകാരകനായ ശനി 9ആം ഭാവത്തിൽ വക്രാവസ്ഥയിലാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ തർക്കങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. വിദ്യാർത്ഥികൾക്ക് ഒക്ടോബർ 13 വരെ ശുക്രൻ 5ആം ഭാവത്തിൽ നിന്ന് ഗുണാനുഭവങ്ങൾ നൽകുന്നു. ഒക്ടോബർ 9 വരെ ബുധനും സപ്പോർട്ട് ചെയ്യുന്നു. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറവുണ്ടാകും. ദമ്പതികൾക്ക് സമയം അത്ര നല്ലതല്ല. പ്രണയിക്കുന്നവർക്ക് ആദ്യ പകുതിയിൽ നല്ല സമയമാണ്. വിവാഹാലോചനകൾ മന്ദഗതിയിലേ നടക്കൂ. ആരോഗ്യം ശ്രദ്ധിക്കണം. ഒക്ടോബർ 20 വരെ കുജൻ ജന്മത്തിൽ സ്ഥിതി ചെയ്യുന്നു. വാഹനം സൂക്ഷിച്ചോടിക്കുക. ഒടിവേ ചതവേ ഒന്നും ശരീരത്തിന് വരാതിരിക്കാൻ ശ്രമിക്കണം. കുടുംബജീവിതം അത്ര സുഖകരമല്ല. ഭാര്യയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ദോഷശാന്തിക്ക് വേണ്ടി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനവും ശിവന് ധാരയും ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയും നടത്തുക. അടുത്തതായി കർക്കിടകൻ രാശി. പുണർതങ്കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകൻ രാശി. കർക്കിടകത്തിൻ്റെ 3ഉം 4ഉം ഭാവങ്ങളിലൂടെയാണ് രവി സഞ്ചരിക്കുന്നത്. 3ആം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രവി മനസ്സുഖം, സഹോദര സ്നേഹം, ധനലാഭം, സ്ഥാനമാനലാഭം, രോഗശാന്തി എന്നിവ നൽകുന്നു. എന്നാൽ 4ആം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രവി പ്രതികൂല അനുഭവങ്ങളാണ് നൽകുന്നത്. അത് 4ആം ഭാവത്തിൽ നീചസ്ഥിതിയിലാണ് രവി നിൽക്കുന്നത്. ശരീരപീഡ, മനോവിഷമം, ഗ്രഹകലഹം, യാത്രാക്ലേശം, സ്ത്രീകളെ കൊണ്ടുള്ള ക്ലേശം ഇവയെല്ലാമാണ് ഫലം. 10ആം ഭാവാധിപൻ സഞ്ചരിക്കുന്നത് 12ആം ഭാവത്തിലൂടെയാണ്. കർമ്മസ്ഥാനത്ത് പ്രയാസങ്ങളും അലച്ചിലും ഹാർഡ് വർക്കും അനുഭവപ്പെടും. പക്ഷേ 11ആം ഭാവത്തിൽ നിൽക്കുന്ന ഗുരു എല്ലാ കാര്യങ്ങൾക്കും അനുഗ്രഹം നൽകും. ബിസിനസ്സുകാർക്ക് സമയം നല്ലതല്ല. പുതിയ ബിസിനസ്സുകൾ തുടങ്ങാതിരിക്കുന്നതാണ് നല്ലത്. വിദ്യാർത്ഥികൾക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ തീരെ മോശ സമയമാണ്. രണ്ടാം പകുതിയിൽ മെച്ചമാണ്. വിവാഹാലോചനകൾക്ക് അത്ര പുരോഗതി ഉണ്ടാകുകയില്ല. ദമ്പതികൾക്കും പ്രണയിക്കുന്നവർക്കും മധ്യമ സമയമാണ്. ശുക്രൻ്റെ സ്ഥിതി ഇവർക്ക് സഹായകമാകും. ഒക്ടോബർ 20 ശേഷം ആരോഗ്യം കൂടുതൽ ശ്രദ്ധിക്കണം. കുജൻ ജന്മത്തിലേക്ക് രാശി മാറും. 11 ഗുരു വരുമാനം തരും, എന്നാൽ ചിലവും കൂടുതലുണ്ടാകും. പൊതുവെ മധ്യമ ഫലമാണ് ഒക്ടോബർ മാസത്തിൽ കർക്കിടകൻ രാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. ദോഷപരിഹാരങ്ങൾക്കായി ദേവീക്ഷേത്രത്തിലെ ദർശനവും ശാസ്താവിന് നീരാഞ്ജനവും നടത്തുക. അടുത്തതായി ചിങ്ങൻ രാശിയെക്കുറിച്ച് സംസാരിക്കാം. മകം, പൂര, ഉത്തരങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങൻ രാശി. രവി ചിങ്ങൻ രാശിയുടെ 2ഉം 3ഉം ഭാവങ്ങളിലൂടെയാണ് ഒക്ടോബർ മാസത്തിൽ സഞ്ചരിക്കുന്നത്. 2ൽ സഞ്ചരിക്കുന്ന രവി മനപ്രയാസങ്ങളും ധനച്ചിലവുകളും കൂട്ടുന്നു. നേത്രരോഗം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. പണനഷ്ടം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. കള്ളന്മാരെ സൂക്ഷിക്കണം. എന്നാൽ 3ലെ രവി സർവ്വഭാഗ്യങ്ങളുമാണ് നിങ്ങൾക്ക് ഒക്ടോബർ 16 ശേഷം നൽകുന്നത്. മനസ്സുഖം, രോഗശമനം, ധനലാഭം, സ്ഥാനമാനലാഭം എന്നിവയാണ് നൽകുന്നത്. 10ആം ഭാവാധിപനായ ശുക്രൻ സഞ്ചരിക്കുന്നത് 3ഉം 4ഉം ഭാവങ്ങളിലൂടെയാണ്. ഈ ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ശുക്രൻ വലിയ ഭാഗ്യങ്ങളാണ് തരുന്നത്. ധനലാഭവും കുടുംബസുഖവും പ്രവർത്തനങ്ങളിൽ വിജയവും
കർമ്മങ്ങളിൽ നിന്ന് നല്ല വരുമാനവും എല്ലാം ലഭിക്കുന്നു. റിയൽ എസ്റ്റേറ്റുകാർക്ക് വളരെ നല്ല സമയമാണ്. എല്ലാ ബിസിനസ്സുകാർക്കും പൊതുവെ സമയം നല്ലതാണ്. വിദേശ ബിസിനസ്സുകാർക്കും അനുകൂലമായ സമയമാണ്. വരുമാനത്തിനനുസരിച്ച് ചെലവുകളും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് മെച്ചമായ സമയം തന്നെ. വിദ്യാവിജയം, വിദേശ പഠനത്തിന് പോകാനുള്ള അനുമതി ലഭിക്കും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. ഒക്ടോബർ 20 മുതൽ കുജൻ 12ാം ഭാവത്തിൽ വരും. അപ്പോൾ ചിലവുകൾ കൂടും. കുജൻ ബന്ധുവിരോധവും ധനനഷ്ടവും നേത്രരോഗവും ഉണ്ടാക്കും. സൂക്ഷിക്കണം. വിവാഹാലോചനകൾ ധാരാളം വരും, പക്ഷെ പെട്ടെന്ന് നടക്കുകയില്ല. ദമ്പതികൾക്ക് അത്ര മെച്ചമായ സമയമല്ല. പ്രണയിക്കുന്നവർ കലഹമുണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം. പൊതുവെ മധ്യമമായ ഫലമാണ് ചിങ്ങക്കൂറുകാർക്ക് ഒക്ടോബർ മാസം നൽകുന്നത്. ദോഷപരിഹാരങ്ങൾക്കായി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയും നടത്തണം. ഇനി അടുത്തതായി കന്നിരാശി. ഉത്തരം, മുക്കാൽ, അത്തം, ചിത്തിരേര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിരാശി. രവി ജന്മത്തിലും 2ലുമായി സഞ്ചരിക്കുന്ന സമയമാണ്. ഒക്ടോബർ 16 വരെ ശരീരപീഡ, ധനനഷ്ടം, ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസം, യാത്രാക്ഷീണം, തൻ്റെടക്കുറവ്, ഉദരരോഗം എന്നിവയാണ് ഇവർ അനുഭവിക്കുന്നത്. ഒക്ടോബർ 16 ശേഷം രവി 2ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോഴും അനുകൂല ഫലങ്ങളല്ല നൽകുന്നത്. വ്യാപാരത്തിൽ നഷ്ടം, ധനച്ചിലവ്, മനോദുഃഖം, അസുഖങ്ങൾ എന്നിവയാണ് ഫലം. കന്നിക്കൂറുകാർക്ക് രവിയെ കൊണ്ട് ഒക്ടോബർ മാസത്തിൽ പ്രതികൂല അനുഭവങ്ങളാണ് ലഭിക്കുക. 2ാം ഭാവത്തിൽ രവി ഒക്ടോബർ 16 ശേഷം നീചനാവുകയും കൂടെ ചെയ്യുന്നു. 10ാം ഭാവാധിപനായ ബുധൻ ജന്മത്തിലും 2ലുമായി സഞ്ചരിക്കുന്നു. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സമയം മോശമാണ്. എന്നാൽ ഒക്ടോബർ 9 ശേഷം കർമ്മരംഗത്ത് അധികാരപ്രാപ്തിയും നല്ല ആൾക്കാരുമായുള്ള സഹകരണവും സന്തോഷവും പ്രശംസയും പുരസ്കാരങ്ങളും ലഭിക്കും. വ്യാപാരികൾ വളരെ നല്ല സമയമായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. വിദേശ ബിസിനസ്സുകാർക്കും നേട്ടങ്ങൾ തന്നെയാണ്. എന്നാലും പാർട്ട്ണർഷിപ്പുകാരെ വളരെ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ അവർക്ക് വിജയം വരിക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് സമയം മെച്ചമാണ്. 7ാം ഭാവത്തിൽ നിൽക്കുന്ന സർപ്പൻ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ദമ്പതികൾ വളരെ സൂക്ഷിക്കണം. പ്രണയിക്കുന്നവർക്ക് അത്ര നല്ല സമയമല്ല. തർക്കങ്ങളുണ്ടാകാം. ആരോഗ്യം സൂക്ഷിക്കണം. ശരീരത്തിൽ പൊള്ളലേൽക്കാതെ സൂക്ഷിക്കണം. അവസാന വാരങ്ങളിൽ ഭൂമി ലാഭവും കാര്യവിജയവും ധനവരവും എല്ലാം ഉണ്ടാകും. പക്ഷേ ചിലവുകൾ കൂടും. വിവാഹ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ വിവാഹം നടന്നെന്നും ഇരിക്കും. പക്ഷേ തിരഞ്ഞെടുക്കുന്ന ആളിനെ പറ്റി നല്ലവണ്ണം അന്വേഷിക്കണം. അതിനുശേഷമേ വിവാഹം നടത്താവുള്ളൂ. ദോഷപരിഹാരങ്ങൾക്കായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തോറും പാൽപായസം നടത്തുകയും ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പോകുകയും ചെയ്യണം. വീണ്ടും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.